ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കം സെന്ററിനെ കുറിച്ചാണ്. നമ്മൾ ട്രയാങ്കിൾസ് എന്നുള്ള ടോപ്പിക്കിലെ സെന്റേഴ്സ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കിനകത്ത് ഇൻ സെന്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഇത് സർക്കം സെന്റർ എന്ന് പറയുന്നതാണ്. ഒരു ട്രയാങ്കിളില് ഇൻ സെന്റർ എന്തായിരുന്നു? ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരുന്നു ഇൻ സെന്റേഴ്സ്, അല്ലെ? ആംഗിൾ ബൈസെക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെർട്ടക്സിൽ നിന്നാണ്. എന്നാൽ സർക്കം സെന്റർ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിൽ മാർക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സർക്കം സെന്റർ. ഇങ്ങനെ സൈഡുകളിലെ കൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ആ ലൈന് ആ സൈഡിന് പെർപെൻഡിക്കുലറോ ആയിരിക്കും, അത് ആ സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ആംഗിൾ ബൈസെക്ടേഴ്സ് വെർട്ടക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വെർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. അതായത് ഇത് ഇങ്ങനെ നേരെ വരച്ച് കൊണ്ടുപോയാൽ എയിൽ ടച്ച് ചെയ്യണമെന്നില്ല. ടച്ച് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഓക്കെ, സോ എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ സൈഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതുപോലെ തന്നെ എ ബിയുടെ അപ്പൊ ഇത് രണ്ടും വരച്ചപ്പോ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇതേ പോയിന്റിലൂടെ തന്നെയായിരിക്കും എ ബിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ വരച്ചാല് അത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടക്സിൽ വന്ന് ടച്ച് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ വെർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ ആയിരിക്കില്ല പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതാണ് ഇതിൽ പറയാനുള്ളത്. സോ അത് പറയാൻ കാരണം വെച്ചാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരില്ലേ എന്നൊക്കെ ഉള്ള. പക്ഷെ അങ്ങനെ വരില്ല. അവിടെ നിന്ന് എയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവണമെങ്കിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളോ ഐസോസെലസ് ട്രയാങ്കിളോ ആവണം. ഐസോസെലസ് ട്രയാങ്കിളിലാണെങ്കിൽ ഒരു സൈഡിലേ അത് ആവത്തുള്ളൂ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലാണെങ്കിൽ അതാവും. ബാക്കിയുള്ള നോർമൽ ട്രയാങ്കിൾസിലെല്ലാം ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ വെർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്ത പോയിന്റ്, ആ മീറ്റ് ചെയ്ത പോയിന്റിനെയാണ് സർക്കം സെന്റർ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സർക്കം സെന്റർ. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പോയിന്റിൽ നിന്നും ഈ വെർട്ടക്സിലോട്ടുള്ള ലൈൻസ്, ആ പോയിന്റിൽ നിന്നും വെർട്ടക്സിലോട്ടുള്ള ലൈൻസ് ഇക്യു ഡിസ്റ്റന്റ് ആയിരിക്കും. ആ പോയിന്റിൽ നിന്നും വെർട്ടക്സിലോട്ടുള്ള ലൈൻസ് ഇക്യു ഡിസ്റ്റന്റ് ആയിരിക്കും. ഒരു സെക്കൻഡ്. ഞാൻ എങ്ങനെ വരച്ചെന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ ഫിഗർ കാരണം കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ ഈ ഫിഗർ കൂടി വരയ്ക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരയ്ക്കാൻ നേരത്ത് എയിൽ നിന്നുള്ളതാണ് ഈ ബി സി ഐ ഈഗലായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് നാളെ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ടാവും. ഈ 3 സൈഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സർക്കം സെന്റർ. ഈ സർക്കം സെന്ററിന്റെ പ്രത്യേകത എന്താണ്? ഈ സർക്കം സെന്റർ 3 വെർട്ടക്സ് മൂന്ന് വെർട്ടക്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റന്റിലായിരിക്കും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. അതാണ് സർക്കം റേഡിയസ്. ഈ 3 വെർട്ടക്സും ഈ സർക്കം സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റന്റിലായത് കാരണം നമുക്ക് ഈ 3 വെർട്ടക്സും ചേർത്തുകൊണ്ട് നമുക്കൊരു എന്ത് വരയ്ക്കാം? സർക്കിള് നമുക്ക് വരയ്ക്കാൻ പറ്റും.
മൂന്നും കൂടെ ചേർത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരച്ച സർക്കിള് ആണിത്. ഓക്കെ, അപ്പോ ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള പോയിന്റ് സർക്കം സെന്റർ O. സർക്കം സെന്ററിൽ നിന്നും 3 വെർട്ടെക്സിലോട്ടുള്ള ലെങ്ത് ഈക്വൽ ആയിരിക്കും. അത് സർക്കം റേഡിയസ് ആണ്. സോ ആ 3 വെർട്ടെക്സും ടച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ഇനി ബേസിക് പ്രോപ്പർട്ടീസ് ആണ്. സോ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലെ, ബി ഒ സി. ബി ഒ സി, ബി ഒ സി ഈക്വൽ ടു ടോയ്സ് ഓഫ് ആംഗിൾ എ. ഇത് നമ്മൾ സർക്കിളിൽ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് സർക്കിളിന്റെ സെന്ററിൽ ഒരു കോഡ് ബി സി എന്ന് പറയുന്ന ഒരു കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ മുകളിലുള്ള വെർട്ടെക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോ ഇവിടെ എന്താണ്, ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 2a. അങ്ങനെയെങ്കിൽ ആംഗിൾ എ ഒ സി എന്തായിരിക്കും? ആംഗിൾ എ ഒ സി വിൽ ബി ഈക്വൽ ടു 2 into ആംഗിൾ ബി. ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ ബി വിൽ ബി ഈക്വൽ ടു 2 into ആംഗിൾ സി. ഇവിടെ ഏത് അക്ഷരമാണോ ഇല്ലാത്തത് അത് ഇവിടെ വരും. ഓക്കെ, ഇതാണ് ഒരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാല് നോക്കണേ, ഞാൻ ഇതിന് ലെങ്ത് ഇടയാണ്. ആംഗിൾ എ, വെർട്ടെക്സ് എയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന് എ എന്നും വെർട്ടെക്സ് ബിക്കുള്ളതിന് ബി എന്നും സിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിന് സി എന്നും ഞാൻ മാർക്ക് ചെയ്താല് എ ഡിവൈഡഡ് ബൈ സൈൻ എ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. എ ഡിവൈഡഡ് ബൈ സൈൻ എ, സൈൻ ഓഫ് ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ സൈൻ ബി. ബി ഡിവൈഡഡ് ബൈ സൈൻ ബി, ഇത് അതെന്താണ്? സൈൻ തിയറം ആണ് അല്ലെ. ഈ ബി ഡിവൈഡ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സൈൻ തിയറം. ബി ഡിവൈഡഡ് ബൈ സൈൻ ബി വിൽ ബി ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സൈൻ സി. സി, ലെങ്ത് സി ഡിവൈഡഡ് ബൈ സൈൻ സി, സൈൻ സി which will be equal to 2r, 2 into circumradius 2r. ഓക്കെ, ആർ എന്ന് വെച്ചാൽ എന്താണ്? സർക്കം റേഡിയസ് ആണ്. സർക്കം റേഡിയസിന്റെ സൈഡും ആംഗിളും ഉണ്ടെങ്കിൽ സർക്കം റേഡിയസിന്റെ ലെങ്ത് കിട്ടും. അതാണ് ഇവിടെ പഠിക്കുന്നത്. എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു 2 into സർക്കം റേഡിയസ്. അതുപോലെ തന്നെ ഏരിയയുടെ ഒരു ഫോർമുല ഉണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിൽ ബി ഈക്വൽ ടു എ ബി സി, 3 സൈഡാണ്, എ ഇൻറ്റു ബി ഇൻറ്റു സി. എ ബി സി ഡിവൈഡഡ് ബൈ 4 into സർക്കം റേഡിയസ്. 4 into സർക്കം റേഡിയസ്, അല്ലെങ്കിൽ സർക്കം റേഡിയസ് കണ്ടുപിടിക്കാൻ തിരിച്ചെഴുതാം. എ ബി സി ഡിവൈഡഡ് ബൈ 4 into ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. സോ ബേസിക് ആയിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത് പ്രോപ്പർട്ടീസ്. ഇക്വേഷൻ ആയിട്ട് സെൻട്രൽ, സർക്കം സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് അതിന് നേരെ മുകളിലുള്ള ആംഗിൾ ആയിരിക്കും. ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 2 into ആംഗിൾ എ. ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 into ആംഗിൾ ബി. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 2 into ആംഗിൾ സി. അടുത്തത് എന്താണ്? അടുത്തത് എയും ബിയും സിയും സൈഡ്സ് ആണ്, ഓപ്പോസിറ്റ് ടു കറസ്പോണ്ടിങ് ആംഗിൾസ്. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആണെങ്കിൽ എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ സൈൻ സി വിച്ച് ഈസ് ഈക്വൽ ടു 2r. ഇത് സൈൻ റൂൾ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 2r കൂടി വരും. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എ ബി സി 3 സൈഡ്സിന്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ 4 into സർക്കം റേഡിയസ്. ഇത്രയാണ് ആദ്യത്തെ ഇതിൽ പറയാനുള്ളത്. താങ്ക് യു.